Welcome to Plus 1 Mathematics classes, Chapter 6, Linear Inequalities. Next section, Solution of System of Linear Inequalities in two variables. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഒരു വേരിയബിളിൻ്റെ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാൻ പഠിച്ചു, അത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പഠിച്ചു. ഒരു ലീനിയർ ഇനീക്വാളിറ്റി വിത്ത് ടു വേരിയബിൾസ് അത് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചു. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ അതൊരു റീജിയൻ ആയിട്ട് ഷെയ്ഡ് ചെയ്താണ് കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. ഇനി നമുക്കുള്ളത് രണ്ടോ അതിലധികമോ ലീനിയർ ഇനീക്വാളിറ്റീസ്, എ സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇതിനകത്ത് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് ഒരു ലീനിയർ ഇനീക്വാളിറ്റി വിത്ത് ടു വേരിയബിൾസ് അത് നമ്മളൊരു റീജിയനായിട്ട് ഷെയ്ഡ് ചെയ്തെന്ന് പറഞ്ഞു. ഇത് വേറൊരെണ്ണം കൂടെ വരുമ്പം വേറൊരു റീജിയനും കൂടെ വരും. ഈ രണ്ട് റീജിയനും കൂടെ ഉള്ള കോമൺ പോർഷനാണ് ഇതിൻ്റെ സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. എക്സസൈസ് 6.3-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3x + 2y ≤ 12, x ≥ 1, y ≥ 2. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ലീനിയർ ഇനീക്വാളിറ്റി മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയാം അല്ലേ? എങ്ങനെയാണ് എക്സിനും വൈക്കും ഒരു വാല്യൂ ഒക്കെ കൊടുത്ത് അത് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് 0, 0 ഒറിജിൻ ആ എക്സിനും വൈക്കും പകരം അപ്ലൈ ചെയ്ത് കൊടുത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ സീറോയുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എവേ ഫ്രം സീറോ ഷെയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതേ മെത്തേഡിൽ തന്നെ ഈ ഒരു ലീനിയർ ഇനീക്വാളിറ്റി ഗ്രാഫിക്കലായിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പം ടേബിളൊക്കെ വരച്ചിട്ട് എക്സ് വൈ അതുപോലെ എക്സിന് 0 കൊടുക്കുക, വൈക്ക് എന്ത് വരും? ഇത് ഏത് ഇക്വേഷൻ്റെയാണ് ഇത് എഴുതേണ്ടത്, പോയിന്റ്സ് എഴുതേണ്ടത്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 3x + 2y ≤ എന്നുള്ളത് മാറ്റി = 12 എന്ന് എഴുതണം. ഇനി എക്സിന് 0 കൊടുക്കുക, വൈക്ക് വാല്യൂ വരുന്നത് 6 വരും. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് വാല്യൂ 4 വരും. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടിയ 0, 6ഉം 4, 0യും. അപ്പോൾ ഇവിടെ ഒരു ഇനീക്വാളിറ്റി മാത്രമല്ല, എ സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്. രണ്ടാമത്തത് ഇതാണ്, എക്സ് ≥ 1. അത് നമ്മൾ ചെയ്യുന്നത് എക്സ് = 1ന്റെ ഒരു ഇക്വേഷനാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അവിടെ 2 പോയിന്റ്സ് ഒന്നും കൊടുക്കാനില്ല. എക്സ് = 1 എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. y = 2ഉം വരയ്ക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ്, 3 സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ 3 സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഷെയ്ഡഡ് റീജിയൻ എങ്ങോട്ടേക്കാണെന്ന് നോക്കാം. അപ്പോൾ പോയിന്റ്സ് 0, 6, 4, 0 എന്നുള്ള പോയിന്റ്സ് ഒക്കെ ആയതുകൊണ്ട് 1, 2, 3, 4 അങ്ങ് മാർക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ 3 സ്ട്രൈറ്റ് ലൈനും 3 ഇനീക്വാളിറ്റീസും = എന്നുള്ളൊരു സിമ്പിളാണ് ഉണ്ട്. അതുകൊണ്ട് ഡാർക്കൺ ചെയ്ത് വേണം സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി 3 സ്ട്രൈറ്റ് ലൈനും കൂടി ഒന്ന് വരച്ച് നോക്കണം. ഫസ്റ്റ് വന്ന നമുക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 6ഉം 4, 0യും. അപ്പോൾ നമുക്ക് ആദ്യം 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം, 0, 6ഉം 4, 0യും. ഓക്കെ. ഇനി ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് 2 പോയിന്റ്സും കൂടി മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം. കാര്യം 3x + 2y ≤ എന്നൊരു സിമ്പിൾ അവിടെ ഉണ്ട്. = സിമ്പിൾ ഇല്ലായിരുന്നെങ്കിൽ ആ വരയ്ക്കുന്ന ലൈൻ ഡോട്ടർ ലൈൻ വേണമായിരുന്നു വരയ്ക്കാൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, 2 പോയിന്റ്സിനെയും കൂടി ബേസ് ചെയ്തുകൊണ്ട്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യുമോ, 0ക്ക് എവേ ഫ്രം 0. അതെങ്ങനെയാണ് നോക്കുന്നത്? എക്സിനും വൈക്കും എന്ത് കൊടുക്കണം? 0, 0 എന്ന പോയിന്റ് കൊടുക്കണം. അപ്പോൾ എക്സിനും 0 വൈക്കും 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 × 0 + 2 × 0 ≤ 12. അതായത് 0 + 0 ≤ 12, 0 ≤ 12 എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 0 ≤ 12. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 12-നേക്കാൾ കുറവാണ് 0. അപ്പോൾ 0യുടെ അടുത്തേക്ക് വേണം സൊല്യൂഷൻ റീജിയൻ വരയ്ക്കാൻ. അതായത് 0, 0 എന്ന് കൊടുക്കുമ്പോൾ ഇത് ശരിയാകുന്നു എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഈ സൊല്യൂഷൻ സെറ്റിനകത്ത് ഉണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് മീനിങ്. അപ്പോൾ അതിന് 0യുടെ അടുത്തേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ഇക്വേഷനും കൂടി ഇതുവരെ നമുക്ക് ചെയ്യാൻ അറിയാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത കഴിഞ്ഞ എക്സസൈസിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. ഇനി 2 ഇക്വേഷൻസും കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? x = 1ഉം y = 2ഉം അല്ലേ? x > 1 എന്ന് പറഞ്ഞാൽ അതിനെ ആ ഇനീക്വാളിറ്റി മാറ്റി നമ്മൾ ഇക്വേഷനാക്കി എഴുതുന്നു. x = 1 എന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി വരയ്ക്കുന്നു. x = 1 എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ പോകും. x 1 എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്ത് y ആക്സിസിന് പാരലൽ ആയി വരയ്ക്കുന്നതാണ് x = 1. നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പം ഇത് y is equal to 2 എന്ന് പറഞ്ഞാലോ, y is equal to 2 എന്ന് പറഞ്ഞാൽ y ആക്സിസിലെ 2 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന x ആക്സിസിന് പാരലലായി വരുന്ന ലൈനാണ് y is equal to 2. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് വരയ്ക്കാം, ഡാർക്കൺ ചെയ്തും വരയ്ക്കാം, കാര്യം ആ ഇനീക്വാളിറ്റിയിൽ ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് ഷെയ്ഡ് ചെയ്ത് നോക്കണം. ഷെയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അവിടെയും നമുക്ക് ഒറിജിനൽ പോയിന്റ് തന്നെ കൊടുക്കാം. ഒറിജിനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ x0 0 ആണ്, എക്സിന് 0 വൈക്ക് 0. ഇവിടെ വൈക്ക് കൊടുക്കാനില്ല, എക്സിന് മാത്രം കൊടുക്കാം. അപ്പൊ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നൊരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത് എക്സിന് 0 കൊടുക്കുമ്പോൾ അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന ഇനീക്വാളിറ്റി, അതിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം നമ്മൾ വരച്ച എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും 0ക്ക് എവേ ആയി ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങോട്ടേക്കും ഷെയ്ഡ് ചെയ്തു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതിന്റെ ഷെയ്ഡിങ് ആണിത്. കുറച്ച് ഭാഗം നമ്മൾ നേരത്തെ ഷെയ്ഡ് ചെയ്യുന്ന കൂടെ ചേർത്ത് വെച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് y is equal to 2 എന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. അത് എങ്ങോട്ടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? അവിടുന്ന് 0 അടുത്തേക്കാണോ 0ക്ക് എവേ ആണോ നോക്കാം. yക്ക് 0 കൊടുത്തേ, yക്ക് 0 കൊടുത്തപ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വന്നു. അത് ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. സോ എവേ ഫ്രം 0 the shading should be അല്ലെ. ഓക്കെ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ ഷെയ്ഡിങ് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഈ 3 ഷെയ്ഡിങ്ങും വന്നൊരു പോർഷൻ കണ്ടല്ലോ, എവിടെയാണത്? ആ ഒരു ചെറിയ ട്രയാങ്കിൾ പോർഷൻ അല്ലെ, 3 ഷെയ്ഡിങ്ങും വന്നിരിക്കുന്ന പോർഷൻ. അപ്പൊ അവിടെ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് മായ്ച്ചു കളയാം. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് പെൻസിൽ വെച്ച് മായ്ച്ചു കളയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു റീജിയൻ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഗ്രാഫ് പേപ്പർ, പരീക്ഷ പേപ്പറിൽ, ഗ്രാഫ് പേപ്പർ ഒന്നും അല്ല എന്ന് പറഞ്ഞു, വൈറ്റ് പേപ്പറിലാണ് സ്കെയിൽ വെച്ച് വൃത്തിയായിട്ട് ആ യൂണിറ്റ് എടുത്ത് വരച്ചാൽ നമുക്ക് തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോർഷനൊക്കെ മായ്ച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു റീജിയൻ കിട്ടുന്നു. ഇതാണ് ഈ 3 ഇനീക്വാളിറ്റിയുടെയും കൂടെ, അതായത് സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ ഈ ഒരു റീജിയനിൽ മാത്രമേ ഉള്ളൂ ഈ 3 കണ്ടീഷൻസും ഈ 3 ഇനീക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ്, അതായത് എക്സും വൈക്കുള്ള വാല്യൂസ് കിടക്കുന്നത് എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 ഇനീക്വാളിറ്റി തന്നിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെ ചെയ്യണം. നമുക്ക് 2 ഷെയ്ഡിങ് നടത്തിയിട്ട് ഇതിന്റെ കോമൺ വരുന്ന റീജിയൻ ഒന്ന് ഡാർക്കൺ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ മറ്റേതൊക്കെ മായ്ച്ചു കളഞ്ഞാലും മതി. അപ്പൊ ആ ഒരു അങ്ങനെയാണ് ആ സൊല്യൂഷൻ സെറ്റ് കാണിക്കുന്നത്, ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 2x plus y is equal to 6 എന്നുള്ള ഇക്വേഷന്റെ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം ഇവിടെ രണ്ടിടത്തും അല്ലെ, രണ്ടിടത്തും ഈക്വൽ ടു സൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു 2 എണ്ണം ഉള്ളത് കൊണ്ട് ഈ വരയ്ക്കുന്ന ടേബിളിന്റെ മുകളിൽ ഈ ഇക്വേഷൻ എഴുതി വെക്കണം. അതേപോലെ ഗ്രാഫ് പേപ്പറിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈനിന്റെ സൈഡിലായിട്ട്, ഇങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ ലൈനിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതി വെക്കണം, 2x plus y is equal to 6 എന്ന് എഴുതി വെക്കണം. അത് എഴുതി വെക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പിന്നെ നോക്കുമ്പോൾ ഇത് ഏതിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിടക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ബോക്സിന്റെ മുകളിലും ഈ ടേബിളിന്റെ മുകളിലും അതുപോലെ സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലും ആ വരച്ച ലൈനിന്റെ ഇക്വേഷൻ വരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എഴുതി വെക്കുക. എക്സ് വൈ കൊടുത്തു, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 6, വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ 3. അതുപോലെ തന്നെ അടുത്ത ടേബിൾ വരയ്ക്കാം. അടുത്ത ടേബിൾ എന്ന് പറയുന്നത് എക്സ് വൈ, ആ ഇക്വേഷൻ 3x plus 4y is equal to 12 ഇനീക്വാളിറ്റി ഇക്വേഷൻ ആക്കി മാറ്റി. എക്സിന് 0 കൊടുക്കാം, അപ്പം വൈയുടെ വാല്യൂ 3 അല്ലെ, 4 × 3 is equal to 12. വൈക്ക് 0 കൊടുക്കാം, എക്സിന്റെ വാല്യൂ 4. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 0 6 3 0 0 3 4 0. അപ്പൊ 0 3 4 6 എന്നൊക്കെയുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ 1 യൂണിറ്റ് 1 സെന്റിമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിനകത്ത് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യുക, ഇനീക്വാളിറ്റീസ് മാർക്ക് ചെയ്യുക, ഇനീക്വാളിറ്റീസ് ഷെയ്ഡ് ചെയ്യുക, കോമൺ റീജിയൻ നോക്കുക. ഇതെല്ലാം നമുക്കൊന്ന് നമ്മുടെ ജിയോജിബ്ര ഫയലിലൊന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഇനീക്വാളിറ്റിയുടേത് 0 6 3 0. അപ്പൊ ഈ ആക്സിസിലെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിന് 0 കൊടുക്കുന്നത്, വൈക്ക് 0 കൊടുക്കുന്നത്, എക്സിന്റെ വാല്യൂ നോക്കുന്നത്. അങ്ങനെ ആക്സിസിന്റെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് രണ്ട് പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇത് രണ്ടുകൂടെ സ്ട്രെയിറ്റ് ലൈൻ ചേർത്ത് വരയ്ക്കാം. ഡാർക്കൺ ചെയ്ത് വരയ്ക്കാൻ പറ്റും, കാര്യം ≥= ഉള്ളത് കൊണ്ട്. ഡാർക്കൺ ചെയ്ത് വരച്ചു. ഇനി ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്യുമ്പോൾ എക്സിനും വൈക്ക് 0 കൊടുക്കുക. 0 > 6 എന്ന് വന്നു അല്ലേ, അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് away from 0 ആണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. away from 0 ഷെയ്ഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ ലൈനിലേക്ക് പോകാം. രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ 3x + 4y < 12 ആണ്. അപ്പം ഇത് =12 < എന്നുള്ളതോടെ ഡാർക്കൺ ചെയ്ത് തന്നെ വരയ്ക്കാം. 3x + 4y = 12 എന്നുള്ള ഇക്വേഷൻ. അതിനകത്ത് രണ്ട് പോയിന്റ്സ് നമുക്ക് കിട്ടി, 0, 3 4, 0. ഇനി ഇത് രണ്ടുകൂടെ ചേർത്തുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇത് ഷെയ്ഡ് ചെയ്തു. എങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യണം? 0 < 12 എന്ന് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. 0 < 12 വരുമ്പം 0യുടെ അടുത്തേക്ക് വേണം ഷെയ്ഡ് ചെയ്യാൻ. അങ്ങനെ ഷെയ്ഡ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ആ കോമൺ റീജിയൻ ഒന്ന് ഡാർക്കൺ ചെയ്ത് വരയ്ക്കണം. ബാക്കിയെല്ലാം നമുക്ക് മായ്ച്ചു കളയാം. കോമൺ റീജിയൻ ഇതാണ്, ബാക്കിയെല്ലാം നമുക്ക് മായ്ച്ചു കളയണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ റീജിയൻ ഓഫ് ദ സെറ്റ് ഓഫ് 2 ഇനീക്വാളിറ്റീസ്. ഏതൊക്കെ ഇനീക്വാളിറ്റീസ് ആണ്? 2x + y > 6 ആൻഡ് 3x + 4y < 12. അടുത്ത സെറ്റ് ഓഫ് ഇനീക്വാളിറ്റീസ് x + y > 4 ആൻഡ് 2x - y > 0. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. x + y = 4. അതിൻ്റെ ഒരു ടേബിൾ വരയ്ക്കുക. അപ്പം നമ്മൾ പരീക്ഷ പേപ്പറിൽ എഴുതുമ്പോഴും ഇതേപോലെ വൃത്തിയായിട്ട്, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവണം x + yയുടെ പോയിന്റ്സ് ആണ് ഈ വരച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആ x + y എഴുതി തൊട്ട് താഴെ ഒരു ടേബിൾ വരയ്ക്കുന്നു. x, y പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. x ന് 0 കൊടുക്കും, yക്ക് അപ്പോൾ 4 കിട്ടും. yക്ക് 0 കൊടുത്താൽ x ന് 4 കിട്ടും അല്ലേ. 0 + 4 = 4. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനും 2x - y = 0. അതിന് ഒരു ടേബിൾ വരയ്ക്കുന്നു. എക്സിനും വൈക്കും നമുക്ക് പോയിന്റ്സ് കൊടുക്കണം. എക്സ് നമുക്ക് 0 കൊടുക്കുമ്പോഴും വൈക്ക് എന്ത് കിട്ടണം? 0 കിട്ടും അല്ലേ. വൈക്ക് 0 കൊടുത്താലും എക്സിന് 0 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു പോയിന്റേ ആയുള്ളൂ. എക്സ് 0, 0 എന്ന ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണിത്. അപ്പോൾ എക്സിന് നമുക്ക് വേറൊരു പോയിന്റ് കൊടുക്കാം. എക്സിന് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എത്ര വരും? 2 × 1 = y എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് y = 2. അപ്പോൾ 1, 2 എന്ന പോയിന്റ്. വേറെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് എടുക്കാം. ഇതേപോലെ ഏതെങ്കിലും 2 പോയിന്റ് മതി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ. അപ്പം ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനീക്വാളിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ആ ഡോട്ടഡ് ലൈൻ ഇട്ട് വേണം വരയ്ക്കാൻ, = ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സും കൂടി ഒന്ന്, 2 സ്ട്രെയിറ്റ് ലൈനും കൂടി ഒന്ന് വരച്ച് നോക്കാം. ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് പോയിന്റ് 0, 4, 4, 0. x + y = 4 എന്നുള്ള ഇക്വേഷനിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻ വേണം വരയ്ക്കാൻ. അപ്പോൾ 0, 4 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. 4, 0 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരച്ചു. ലൈൻ ഡോട്ടഡ് ലൈൻ ആയിരിക്കണം. ഓക്കെ, ഡോട്ടഡ് ലൈൻ വരച്ചു. ഇനി ഇതിനകത്ത് ആ ഇനീക്വാളിറ്റിയിലെ അടുത്തേക്കാണോ, 0യുടെ അടുത്തേക്കാണോ 0ക്ക് എവേ ആണോ ഷെയ്ഡ് ചെയ്യുന്നത് നോക്കുന്നതിന് വേണ്ടിയിട്ട് എക്സിനും വൈക്കും 0 കൊടുക്കുന്നു. 0, 0 ഒറിജിൻ എന്ന പോയിന്റ് കൊടുക്കുന്നു. 0 + 0 > 4 എന്നാണ് കിട്ടുന്നത്. 0 > 4 എന്ന് കിട്ടുന്നു. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എവേ ഫ്രം 0 ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. എവേ ഫ്രം 0 ഷെയ്ഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ഇനീക്വാളിറ്റി എടുക്കുന്നു. 2x - y > 0. അതിന്റെ പോയിന്റ്സ് നമുക്ക് വന്നത് 0, 0 എന്ന ഒറിജിൻ, അതുപോലെ 1, 2 എന്ന പോയിന്റ്. 1, 2 എന്ന പോയിന്റ് രണ്ടും കൂടി മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. അവിടെയും ഡോട്ടഡ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ഇത് ഡോട്ടഡ് ലൈൻ. ഇനീക്വാളിറ്റിയിൽ = സൈൻ ഇല്ലാത്തത് കൊണ്ടാണ് ഡോട്ടഡ് ലൈൻ ആയത്. ഇനി ഇതിൻ്റെ അകത്ത്, അതായത് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങോട്ടേക്കാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒറിജിൻ്റെ അടുത്തേക്കും പോകാൻ പറ്റില്ല, ഒറിജിൻ്റെ എവേയും പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് എങ്ങോട്ടേക്കാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒറിജിൻ എന്ന പോയിന്റ് എടുക്കുന്നു, അതിൻ്റെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്? ഈ ഒറിജിൻ 0, 0 ഇട്ട് കൊടുത്താൽ ആ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു, ട്രൂ ആകുന്നു. അതുകൊണ്ടല്ലേ ഒറിജിൻ്റെ അടുത്തേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഒറിജിൻ എടുക്കണ്ട, വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. ഒരുപാട് പോയിന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പോയിന്റ്, അതായത് -2, 2 എന്ന പോയിന്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും പോയിന്റ് -2, 4, 4 - 2 എന്ന പോയിന്റ് എടുത്താൽ മതി. അങ്ങനെ എടുത്തിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അതിനടുത്തേക്ക് ഷെയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ എവേ ഫ്രം ദാറ്റ് പോർഷൻ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പോയിന്റ് എടുത്ത് നോക്കാം. ഈ ഒരു പോയിന്റ് 2, 1 എന്ന പോയിന്റ് എടുത്ത് നോക്കാം. 2, 1, അതായത് x ആക്സിസിൽ 2ഉം yക്ക് 1ഉം കൊടുത്തുകൊണ്ട് നോക്കാം.
അപ്പോൾ 1 2 ആണ് നോക്കുന്നത്. പോയിന്റ് 1 2 എക്സ് ആക്സിസിന് 1 കൊടുക്കുന്നു. 1 2 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നു തോന്നില്ല. 2 1 നമ്മൾ പറഞ്ഞത് 2 1 എന്ന പോയിന്റ് എടുക്കുന്നതാണ്. എക്സിന് 2ഉം വൈക്ക് 1ഉം കൊടുക്കുന്നു. അപ്പം എക്സിന് 2 കൊടുക്കുമ്പോൾ 2 × 2 മൈനസ് വൈയുടെ വാല്യൂ 1 ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനീക്വാളിറ്റി അങ്ങനെയാണ്. 2x minus 5 greater than 0. അപ്പോൾ 2 × 2 4 minus 1 greater than 0, that is 3 greater than 0. ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 2 1 എവിടെ കിടക്കുന്നോ ആ പോയിന്റ് എവിടെ കിടക്കുന്നോ അതിന്റെ അടുത്തേക്ക് വേണം ഷെയ്ഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 2 1 ഇവിടെയാണ് കിടക്കുന്നത് അല്ലെ, ഇവിടെയാണ് 2 1 കിടക്കുന്നത്. അതിന്റെ അടുത്തേക്ക് അതും കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ വേണം ഷെയ്ഡ് ചെയ്ത് മാറ്റാനായിട്ട്. 2x minus y greater than 0. ഓക്കെ, അപ്പോൾ ഷെയ്ഡിങ് നോക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഇവിടുത്തെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ ചെയ്യാത്ത കേസിൽ അങ്ങോട്ടേക്ക് വേണ്ട, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് രണ്ട് റീജിയൻ, നമുക്ക് രണ്ട് ഇനീക്വാളിറ്റിയുടെ റീജിയൻ കിട്ടി. ഇതാണ് കോമൺ റീജിയൻ, ഈ കിടക്കുന്നതാണ് കോമൺ റീജിയൻ. അത് മാത്രം ഷെയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്യണം, ബാക്കി അങ്ങ് മായ്ച്ചു കളയുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ റീജിയൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഈ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇതിന്റെ പുറത്ത് ഇത് ഏത് ഇക്വേഷൻ ആണെന്നുള്ളത് എഴുതി വെക്കണം. 2x minus y greater than is equal to 0. സ്ട്രൈറ്റ് ലൈൻ അല്ലേ, 2x minus y is equal to 0. ഇതും ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് x plus y is equal to 4 എന്നുള്ളതും. This is the shaded region is the solution region of the system of two linear inequalities x plus y greater than 4 and 2x minus y greater than 0. 2x minus y is equal to 0. Greater than, sorry, question ഇങ്ങനെയാണ്, is equal to 0 അല്ല, 2x minus y greater than 1 എന്നാണ് ക്വസ്റ്റ്യൻ. 2x minus y greater than 0 എന്നുള്ളത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2x minus y is equal to 1 എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ എന്ത് ചെയ്യണം, അതിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതായത് ഒരു ചെറിയ ടേബിൾ വരയ്ക്കാം. നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റും. എക്സ് വൈ, എക്സിന് 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ -1, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 2x is equal to 1 എന്ന് പറയും. x is equal to 1/2. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് കിട്ടി 2x minus y is equal to 1ന്. അതുപോലെ അടുത്തത് x minus 2y is equal to -1 എന്നുള്ളതാണ്. അപ്പോൾ അത് ടേബിളായിട്ട് വരയ്ക്കുമ്പോൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ എക്സ് വൈ, എക്സിന് നമുക്ക് 0 കൊടുക്കാം. -2 y is equal to -1, y is equal to 1/2 എന്ന് വരും. അതുപോലെ yക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ -1 വരും. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് മതി അല്ലേ, 2 പോയിന്റ്സ് മതി. 2 പോയിന്റ്സ് കൊണ്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെയും വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻ വേണം വരയ്ക്കാൻ. ഇവിടെ എന്തില്ല, ഈക്വൽ ടു സൈൻ ഇല്ല. നമുക്ക് 2 പോയിന്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് 2x minus y is equal to 1 എന്നുള്ള ഇക്വേഷന് 2 പോയിന്റ്സ് 0 -1. അപ്പോൾ അത് മാർക്ക് ചെയ്തു, 0 -1. അതുപോലെ 0.50 അല്ലെങ്കിൽ 1/2 0 എന്നുള്ള പോയിന്റ് എക്സ് ആക്സിസിൽ 1/2ഉം വൈയിൽ 0യും, വൈക്ക് 0 ആകുമ്പോൾ എക്സ് ആക്സിസിൽ. അപ്പോൾ ആ ഒരു 2 ലൈനും കൂടി ചേർത്ത്, 2 പോയിന്റ്സും കൂടി ചേർത്ത് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. അത് ഷെയ്ഡ് ചെയ്യുന്നു. ഷെയ്ഡ് ചെയ്യുന്ന പറഞ്ഞാൽ 2x minus y greater than 1 എന്ന ഇനീക്വാളിറ്റി ആണ്. അപ്പോൾ 2 × 0 - 0, 0 greater than 1 എന്ന് കിട്ടുന്നു. അപ്പം 0യുടെ അടുത്തേക്ക് പോകരുത്, 0യുടെ എവേ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് മാറ്റുന്നു. അടുത്ത 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0 1/2 ആണ്. 0 1/2, അതുപോലെ -1 0, ആ 2 പോയിന്റ്സ് മാർക്ക് ചെയ്ത് അത് തമ്മിൽ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അതിന്റെ ഷെയ്ഡിങ് എന്ന് പറയുന്നത് 2x minus y, x minus 2y ആണ്. x minus 2y less than -1 എന്നുള്ള ഇനീക്വാളിറ്റി. അപ്പോൾ നമുക്ക് വരുന്നത് 0 less than -1. അപ്പോൾ 0 less than -1 എന്ന് പറയുന്നത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് 0യുടെ അടുത്തേക്ക് പോകരുത്, 0യുടെ എവേ ആയിട്ട് നമ്മളിത് ഷെയ്ഡ് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ കോമൺ റീജിയൻ മനസ്സിലായി. കോമൺ റീജിയൻ കണ്ടു. കോമൺ റീജിയൻ മാത്രം അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യണം, കോമൺ റീജിയൻ ഇട്ടിട്ട് ബാക്കി മായ്ച്ചു കളയണം. അപ്പം സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോട്ട് ലൈൻ ആണ്. ഡോട്ട് ലൈൻ വേണം വരയ്ക്കാൻ. അപ്പം ബാക്കിയെല്ലാം നമ്മൾ ആ കോമൺ റീജിയൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ്, അതായത് ബാക്കി ഷെയ്ഡിങ് പോർഷൻസ് മായ്ച്ചു കളയുക. അപ്പോൾ ഈ ഒരു ഇതാണ് കോമൺ റീജിയൻ. ദിസ് ഇസ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ 2 ഇനീക്വാളിറ്റീസ്. ഏതൊക്കെ ഇനീക്വാളിറ്റീസ് ആ? 2x minus y greater than 1 and x minus 2y less than -1.
അടുത്ത 6th ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ഈ സ്ട്രേറ്റ് ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സ്ട്രേറ്റ് ലൈൻ നമുക്ക് ഇനീക്വാളിറ്റി മാറ്റി ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6, അടുത്തത് x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4. അപ്പൊ രണ്ട് ഇക്വേഷനും x പ്ലസ് വൈ അല്ലെ ഒരേപോലെ വന്നിരിക്കുന്നു. കോൺസ്റ്റന്റ് മാത്രം വ്യത്യാസം. കോൺസ്റ്റന്റ് മാത്രം വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പാരലൽ ലൈൻസ് ആണ് കിട്ടുന്നത്. പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ പാരലൽ ആയിട്ട് കോൺസ്റ്റന്റ് വ്യത്യാസം, ബാക്കി എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് ഒരുപോലെ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസ് ആണ് വരുന്നത്. അപ്പൊ പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള റീജിയൻ ഒന്ന് ഗ്രേറ്റർ ദാനും ഒന്ന് ലെസ് ദാനുമാണ്, ലെസ് ദാനും ഗ്രേറ്റർ ദാനുമാണ്. അപ്പൊ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള റീജിയൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പോയിന്റ്സ് ഒക്കെ കൊടുത്ത് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാൻ പറ്റും. അടുത്ത സെറ്റ് ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞതാണ് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. രണ്ടിടത്തും ഈക്വൽ ടു ഉള്ളതുകൊണ്ട് നമുക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ഡാർക്കൻ ചെയ്ത് തന്നെ വരയ്ക്കാം. അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് നോക്കാം. 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 8. ഓക്കെ, ടേബിൾ വരയ്ക്കുന്നു. എക്സും വൈയും മാർക്ക് ചെയ്തു. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് വരുന്നത് 8 ആണ്. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് വരുന്നത് 4 ആണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സും കൂടെ കണ്ടുപിടിച്ച് വെക്കാം. എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 10 ആണ്. 10 വരുമ്പോൾ നമുക്ക് എക്സിനും വൈക്കും 0 കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സ്ട്രേറ്റ് ലൈൻ്റെ പേരങ്ങ് എഴുതി വെക്കണം. അപ്പോൾ ഷെയ്ഡിങ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഏത് ലൈനാണെന്ന് അറിയാതെ എങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എക്സിന് 0 കൊടുക്കാം, വൈയുടെ വാല്യൂ 5 അല്ലേ. അപ്പോൾ വൈക്ക് 0 കൊടുക്കാം, എക്സിന്റെ വാല്യൂ 10. അപ്പോൾ നമുക്ക് വരുന്ന പോയിന്റ്സ് 4, 5, 10, 8 എന്നൊക്കെയുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് 2 സെന്റിമീറ്റർ, അതായത് ഒരു യൂണിറ്റിനെ 2 സെന്റിമീറ്റർ ആക്കി വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അടുത്തേക്ക് വരും. ഒറിജിന്റെ അടുത്തേക്ക് നമുക്ക് പോയിന്റ്സ് കിട്ടുമ്പം കുറച്ചും കൂടി ഭംഗിയായിരിക്കും ആ ഒരു പിക്ചർ കാണാനായിട്ട്. അപ്പം 4, 8, 5, 10 ഒക്കെ ഉള്ള പോയിന്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് 1 സെന്റിമീറ്ററിനെ 2 യൂണിറ്റ് ആക്കി എടുത്ത് കൊടുക്കാം. നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് 2, അതിൻ്റെ ഒരു യൂണിറ്റ് 1 സെന്റിമീറ്റർ നമ്മൾ 2 യൂണിറ്റ് വെച്ച് ഇങ്ങനെയാണ് എടുക്കുന്നത്. 2, 4, 6, 8 അങ്ങനെ മാർക്കിങ് നടത്തണം. അപ്പം ഫസ്റ്റ് പോയിന്റ് 0, 8 ആണ്. അപ്പോൾ 0, 8 ഇതാ ഇവിടെ വരും. ആ ഒരു പോയിന്റ് വരുന്നത് 0, 8. ഓക്കെ, അടുത്തത് 4, 0 ആണ്. 4 എക്സ് ആക്സിസിൽ 4 ഇതാ ഇവിടെ വരും. 4, 0. ഇനി ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ. ഇതിന്റെ ഇനീക്വാളിറ്റി മാർക്ക് ചെയ്യുന്നത്, അപ്പം ഡാർക്കൺ ലൈൻ ചെയ്യാം അല്ലെ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഡാർക്കൺ ലൈൻ തന്നെ വരയ്ക്കാം. 0, 0 എന്ന ഒറിജിനും കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ്. അപ്പോൾ 0യുടെ അടുത്തേക്ക് പോവില്ല. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇത് എവേ ഫ്രം 0 ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനീക്വാളിറ്റിയുടെ കാര്യം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇനീക്വാളിറ്റി എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അതിന്റെ ഫസ്റ്റ് പോയിന്റ് 0, 5 ആണ്. 0, 5 എവിടെ മാർക്ക് ചെയ്യും? നമ്മൾ 4ഉം കഴിഞ്ഞ 6 ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് നടുക്ക് ഒരു 0.5 വരുമല്ലോ. അപ്പൊ ആ കറക്റ്റ് നടുക്കാണ് 0യിൽ എക്സ് 0യും y ആക്സിസിൽ 5 എന്ന് പറയുന്നത് 4ന്റെയും 6ന്റെയും കറക്റ്റ് നടുക്കായിട്ട് മാർക്ക് ചെയ്യണം. 0, 5. അടുത്ത 10, 0 എന്നുള്ള പോയിന്റ് അത് നമുക്ക് മാർക്ക് ചെയ്യാം എക്സ് ആക്സിസിൽ. 10, 0 ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 10. അവിടെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കണം, കാര്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട്. ഇനി ഇനീക്വാളിറ്റി മാർക്ക് ചെയ്യാം. അത് 0, 0 എന്ന ഒറിജിൻ കൊടുക്കുമ്പോൾ നമ്മൾ 0, 0 പോയിന്റ് ഇക്വേഷൻ ഇനീക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് വരുന്നത്. അപ്പോൾ അത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് നമുക്കിതിനെ എവേ ഫ്രം 0 ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോഴും നമുക്ക് മനസ്സിലായത് കോമൺ റീജിയൻ എവിടെ കിടക്കുന്നു. കോമൺ റീജിയൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. കോമൺ റീജിയൻ കുറച്ചും കൂടി ഒന്ന് ഡാർക്കൺ ചെയ്ത് വരച്ചിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്യണം? മായ്ച്ചു കളയണം. ഓക്കെ, അപ്പോൾ ഇതാണ് സൊല്യൂഷൻ റീജിയൻ ഓഫ് ദ ലീനിയർ ഇനീക്വാളിറ്റി 2x plus y greater than or equal to 8 and x plus 2y greater than or equal to 10. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. x plus y less than or equal to 9, y greater than x and x greater than or equal to 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ x plus y is equal to 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ ഈ ഒരു ജിയോജിബ്ര ഫയലിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9, അതിനായി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് 2 പോയിന്റ്സ് വെച്ച് എഴുതാം. x plus y is equal to 2 പോയിന്റ്സ് പറയാം. 0, 9ഉം 9, 0ഉം ആയിരിക്കും അല്ലേ. 0, 9, 9, 0 എന്ന പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 2 പോയിന്റ് മാർക്ക് ചെയ്ത് 2 സ്ട്രേറ്റ് ലൈൻ വരച്ചു. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം, ഈക്വൽ ടു ഉള്ളത് കൊണ്ട്.
അപ്പോൾ എന്തായാലും ഇനി ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിജിൻ്റെ പോയിന്റ് കൊടുക്കുന്നു 0 + 0 <= 9. അപ്പോൾ 0 <= 9 എന്നാണ് കിട്ടുന്നത് അല്ലേ. 0 <= 9 എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്തു. ഫസ്റ്റ് ഇനീക്വാളിറ്റി കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാണ് ചെറിയൊരു ഇനീക്വാളിറ്റി, y > x. y > x എന്ന് പറയുമ്പം y = x-ന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. y = x. y = x ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. 0 0 1 1 2 2 അങ്ങനെയുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. y > x ആണ്. ഇത് ഡോട്ടഡ് ലൈൻ വേണം വരയ്ക്കാൻ. ഡോട്ടഡ് ലൈൻ വരച്ചത് = സൈൻ ഇല്ലാത്തതുകൊണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഷെയ്ഡ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു, ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക അല്ലെ. 2 0 3 0 എന്നൊരു പോയിന്റ് എടുക്കാം. 3 0 എന്ന പോയിന്റ് എടുക്കുമ്പോൾ എക്സിന് 3യും വൈക്ക് 0യും. അപ്പോൾ നമുക്ക് 0 > 3 എന്ന പോയിന്റ് കിട്ടിയത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 3 0യുടെ അടുത്തേക്കല്ല, ഇത് എവേ ഫ്രം 3 0 ആണ്, ഇങ്ങോട്ടേക്കാണ് അത് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്ത് മാറ്റി. ഇവിടെ ഒരു ചെറിയൊരു ഷെയ്ഡിങ് ഉണ്ട്. അപ്പം അടുത്തത് x > 0. അപ്പോൾ x = 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്. y ആക്സിസിന്റെ x > 0. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആകുന്നത് ഈ ഒരു കേസിലാണ് അല്ലെ. y ആക്സിസിന് റൈറ്റ് സൈഡിലേക്ക് വേണം ഷെയ്ഡ് ചെയ്യാൻ. അപ്പം x അങ്ങനെയും ഷെയ്ഡ് ചെയ്തു, റെഡ് റോസ് കളറിൽ വെച്ച് അങ്ങനെ ഷെയ്ഡ് ചെയ്തു. ഇനി ഇത് മൂന്നും കൂടി വരുന്നത് ഈ ഒരു ട്രയാങ്കിളിലാണ്. അപ്പോൾ ആ ട്രയാങ്കിൾ ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്യണം, ബാക്കിയെല്ലാം നമുക്ക് ഇതങ്ങ് മായ്ച്ചു കളയാം. ഓക്കെ, ആ ട്രയാങ്കിൾ മാത്രം കണക്ട് ചെയ്ത് വരച്ചു. എക്സസൈസ് 6.3-ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3x + 4y <= 60, x + 3y <= 30, x > 0, y > 0. അപ്പോൾ ഈ 4 കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ താഴെ കിടക്കുന്ന 2 റീജിയൻ എന്ന് പറയുന്നത് x > 0. എക്സിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, 0 അല്ലെങ്കിൽ പോസിറ്റീവോ. അതുപോലെ തന്നെ yയും പോസിറ്റീവ് ആയിരിക്കും, 0യോ പോസിറ്റീവോ ആയിരിക്കും. അപ്പൊ എക്സും ഇത് 4 കണ്ടീഷനോട് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെടുത്തത് ഈ 2 കണ്ടീഷനോട് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളൂ എക്സും വൈയും ഒരേപോലെ പോസിറ്റീവ് ആയത്. ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കാം. അതിന് പ്രത്യേകം നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല. x = 0 എന്ന് പറയുന്നത് y ആക്സിസ് ആണ്. y ആക്സിസിൽ x 0 ആണ്. അപ്പം y ആക്സിസ് > 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഈ y = 0 എന്നുള്ളത് x ആക്സിസ് ആണ്. y > 0 വരുന്നത് മുകളിലോട്ട് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് പോസിറ്റീവായ എക്സും വൈയും ഒരേപോലെ ഉള്ളത്. അപ്പം നമുക്ക് ഈ 2 ഇനീക്വാളിറ്റി ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ആദ്യം പോയിന്റ്സ് ഒക്കെ എടുത്ത് ഫസ്റ്റ് ഇക്വേഷൻ മാർക്ക് ചെയ്യാം. ഇപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 15 ആണ് വരുന്നത്. അതുപോലെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 20 ആണ് വരുന്നത്. അപ്പോൾ ആ 15 20 എന്നൊക്കെയുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഈ ഒരു യൂണിറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അതായത് 0 5 30 1 സെന്റിമീറ്റർ 5 യൂണിറ്റ്സ് ആയിട്ട് എടുക്കണം. അപ്പം നമുക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് നമുക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വരയ്ക്കാം. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ആ ഇനീക്വാളിറ്റി ഇക്വേഷൻ ആക്കാം. അവിടെ ഇനീക്വാളിറ്റിയിൽ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ഡോട്ടഡ് ലൈൻ വേണ്ട, ഡാർക്ക് ലൈൻ തന്നെ വരയ്ക്കാം. 3x + 4y = 60. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഇവിടെ ഞാൻ ഡയറക്റ്റ് വരച്ചു എന്നുള്ളൊരു ജിയോജിബ്ര ഫയൽ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാം. 15 0 0 15ഉം 20 0 എന്നുള്ള 2 പോയിന്റ്സ് എടുത്ത് കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞു. ഇനി ഇത് ഷെയ്ഡിങ് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ 0 + 0 <= 60 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അപ്പൊ 0യുടെ അടുത്തേക്ക്, ഒറിജിന് അടുത്തേക്ക് വേണം ഇത് എന്ത് ചെയ്യാൻ, ഷെയ്ഡ് ചെയ്യാൻ. ഓക്കെ, അത് ഈ ലൈൻ ഫസ്റ്റ് ഇനീക്വാളിറ്റിയുടെ ഷെയ്ഡിങ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇനീക്വാളിറ്റി x + 3y <= 30. x + 3y = 30. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 10 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 0 10 എന്നൊരു പോയിന്റ്. അതേപോലെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 30 ആണ് വരുന്നത്. 30 0 എന്നൊരു പോയിന്റ്. അപ്പോൾ ഈ 30 0യും 0 10 എന്ന പോയിന്റ്, ഈ 2 പോയിന്റും കൂടി കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ആ 0 0 എന്ന പോയിന്റ് കൊടുക്കുമ്പം അവിടെയും നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ എങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യണം? 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യണം.
ഓക്കെ, നമ്മൾ ലാസ്റ്റ് 2 കണ്ടീഷന്റെ കാര്യം പറഞ്ഞത് ഫസ്റ്റ് ക്വാഡ്രന്റിനുള്ളിൽ നിൽക്കണം. അപ്പൊ ഈ 2 കോമൺ പോർഷനും കൂടെ വേണം, പിന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഉള്ളിൽ നിൽക്കണം. അപ്പൊ അതൊരു ചെറിയൊരു ക്വാഡ്രിലാറ്ററൽ ഫോമിൽ ഈ കിടക്കുന്നതായിട്ട് കിട്ടി. ബാക്കിയെല്ലാം മായ്ച്ചു കളയാം. ബാക്കി അതായത് ആ ഒരു കോമൺ പോർഷൻ നല്ലോണം ഷെയ്ഡ് ചെയ്തതിന് ശേഷം ബാക്കി 2 റീജിയനും എന്ത് ചെയ്യാം, മായ്ച്ചു കളയാം. അപ്പൊ ഇതാണ് സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇനീക്വാളിറ്റീസ്. ഈ 4 ഇനീക്വാളിറ്റീസിന്റെയും കൂടെ സൊല്യൂഷൻ സെറ്റ് ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, 2x plus y greater than or equal to 4, x plus y less than or equal to 3, 2x minus 3y less than or equal to x minus 3y less than or equal to 6. അപ്പോൾ ഈ ഇക്വേഷൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. 2x plus y less greater than or equal to 4 എന്ന് പറയുന്നത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുമ്പം സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. 0 കൊടുക്കുകയാണെങ്കിൽ yക്ക് 4ഉം, അതായത് 0, 4 എന്ന പോയിന്റും, അതുപോലെ yക്ക് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിന് 2, 2, 0 എന്ന പോയിന്റും കിട്ടുന്നു. അപ്പോൾ 2 പോയിന്റ്സും കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. സ്ട്രൈറ്റ് ലൈൻ ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, 0, 4 എന്ന പോയിന്റ്, അതേപോലെ 2, 0 എന്ന പോയിന്റ് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി ഷെയ്ഡിങ് എങ്ങോട്ടേക്കായിരിക്കും? 0, 0 കൊടുക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പം 0 ഉൾപ്പെടുന്നില്ല, തെറ്റായ സ്റ്റേറ്റ്മെന്റാണ് കിട്ടിയത്. അതുകൊണ്ട് എവേ ഫ്രം 0 ആണ് നമുക്കത് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 എന്നുള്ള ഇക്വേഷനാണ്. 0, 3യും 3, 0യും 2 പോയിന്റ്സ്, അത് 2 കണക്ട് ചെയ്തിട്ട് ഒരു ഡാർക്ക് ലൈൻ വരച്ചു. എന്നിട്ട് അതിന്റെ ഇനീക്വാളിറ്റി, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒറിജിൻ കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് കിട്ടുന്നത്. അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് എവേ ഫ്രം 0 ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആയതുകൊണ്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അത് 0യുടെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്തു. അതേപോലെ x മൈനസ് 3y ഇസ് ഈക്വൽ ടു 6 എന്നുള്ള മൂന്നാമത്തെ ഇക്വേഷൻ, അതായത് മൂന്നാമത്തെ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ, അത് വരയ്ക്കണം. അത് വരയ്ക്കുന്നത് 0, 2 എന്ന പോയിന്റ് അല്ലെ. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് -2 എന്ന പോയിന്റ് കിട്ടും. അതേപോലെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 6 എന്ന പോയിന്റ് കിട്ടും. അപ്പൊ ഈ 2 പോയിന്റ്സും കൂടി കണക്ട് ചെയ്തുകൊണ്ട് വരച്ചു. ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ലൈനിൽ നിന്നും 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ 3 എണ്ണം കൂടെ കിടക്കുന്ന റീജിയൻ ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ നമുക്ക് കിട്ടിയല്ലേ. അപ്പൊ ആ ട്രയാങ്കിൾ ഒന്ന് ഡാർക്കൺ ചെയ്ത് വരച്ചതിന് ശേഷം ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, മായ്ച്ചു കളയുക. ഓക്കെ, ദിസ് ഇസ് ദ സൊല്യൂഷൻ റീജിയൻ ഓഫ് ദിസ് സെറ്റ് ഓഫ് ഇക്വേഷൻ. 13th question, 4x plus 3y less than or equal to 60, y greater than or equal to x. അപ്പോൾ y is equal to x എന്നുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. x greater than or equal to 3, അപ്പോൾ x is equal to 3 എന്നുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. അതുപോലെ ഈ 2 കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. x greater than or equal to 0, y greater than or equal to 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. 4x plus 3y is equal to 60. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 20 ആണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പം 20 വരുന്നു. അതുപോലെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 15 വരുന്നു. അപ്പോൾ 20 ആ 15 നമ്പറൊക്കെ കാണത്തക്ക രീതിയിൽ നമ്മൾ 2, 4, 6 എന്നുള്ള 2 യൂണിറ്റ്സ് എടുത്തു വെച്ച് 1 സെന്റിമീറ്ററിന് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഇക്വേഷൻ വരയ്ക്കുക. സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണ്. സ്ട്രൈറ്റ് ലൈൻ ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഡാർക്കൺ ചെയ്ത് വരയ്ക്കും. ഇനി എങ്ങനെയൊക്കെ ഷെയ്ഡ് ചെയ്യേണ്ടത് നമുക്ക് 0 കൊടുക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 വരും. അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അതും ഷെയ്ഡ് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നതാണ്. അതിന്റെ ഏതെങ്കിലും ഒരു നമ്മൾ ഈ സൊല്യൂഷൻ റീജിയനിൽ, സൊല്യൂഷൻ അല്ല, ഈ റീജിയനിൽ ഏത് പോയിന്റ് എടുത്തിട്ടും ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ y is equal to x എന്ന് അത് ആ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. അതായത് ഒറിജിനിൽ കൂടി പാസ് ചെയ്ത 1, 1, 2, 2 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ആണിത്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. 4, 0 അല്ലെ. 4, 0, എക്സിൽ 4ഉം വൈക്ക് 0യും. 4, 0, എക്സിന് 0, വൈക്ക് എക്സിന് 4ഉം വൈക്ക് 0യും. അപ്പം നമുക്ക് കിട്ടുന്നത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. അത് തെറ്റാണ്. തെറ്റായപ്പോൾ അതിന്റെ അടുത്തോട്ട് വരരുത്, അതിന് എവേ ആയിരിക്കണം. ആ 4, 0 എന്ന പോയിന്റിന് എവേ ആയിരിക്കണം.
നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഷെയ്ഡിങ് അങ്ങനെയും കഴിഞ്ഞു. അപ്പം എപ്പോഴേ നമുക്ക് കോമൺ റീജിയനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇനി ഒരു മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതിന് എക്സ് ഇസ് ഈക്വൽ ടു 3 ആദ്യം വരയ്ക്കാം. ഇതെല്ലാം ഡാർക്കൺ ലൈൻ ആണ് വരയ്ക്കുന്നത്. എല്ലായിടത്തും ഈക്വൽ ടു സിമ്പിൾ ഉള്ളത് കൊണ്ട് എല്ലാം ഡാർക്കൺ ലൈൻ ആണ് വരയ്ക്കേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു 3 വരച്ചു. അതിന്റെ ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0, അപ്പോൾ ആ ഒരു 0ക്ക് അടുത്തേക്കാണോ 0യുടെ എവേ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. 0 തന്നെ ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരും. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും എവേ ഫ്രം 0 ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് കോമൺ റീജിയൻ കിട്ടിക്കഴിഞ്ഞു അല്ലെ. കോമൺ റീജിയൻ ഒരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു, ഈ 3 എണ്ണത്തിന്റെയും കൂടി. ഇനി ലാസ്റ്റ് 2 ഇക്വേഷൻ പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, ഇത് പറഞ്ഞില്ലെങ്കിലും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അല്ലെ. ആ 3 എണ്ണം വരെ ചെയ്ത് കോമൺ എടുത്തപ്പോഴേ അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുകയാണ്. അപ്പം അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ഒരു കോമൺ റീജിയൻ ഒന്ന് നല്ലതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം, അതിനുശേഷം ബാക്കിയെല്ലാ ഇനീക്വാളിറ്റി ആ ഷെയ്ഡ് ചെയ്ത റീജിയന് നമ്മുടെ പേപ്പറിൽ നിന്ന് എന്ത് ചെയ്യുക, മായ്ച്ചു കളയുക. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ റീജിയൻ. ഈ ഒരു ഇനീക്വാളിറ്റി സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് ആണ്, ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3x plus 2y less than or equal to 150, x plus 4y less than or equal to 80, and x less than or equal to 15, y greater than or equal to 0, x greater than or equal to 0. ഈ ലാസ്റ്റ് രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പ്രകാരം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ അത് മാത്രമായിട്ട് വരച്ചാലും മതിയാകും. ഇനി എക്സ് ലെസ് ദാൻ ഈ 3 ഇനീക്വാളിറ്റി കൂടി വരയ്ക്കണം. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വർഷം, അതായത് +2-ന് ഇത് ഇതുപോലെ തന്നെ ചോദിക്കും. ഇത് അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അതാണ് കുറച്ചും കൂടി ചെയ്യാനുള്ളത് മാത്രമേ നെക്സ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നല്ലതുപോലെ പഠിച്ചു വെക്കുക. എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. 3x plus 2y less than or equal to 150. ആ ഇക്വേഷൻ ആദ്യം വരയ്ക്കാം. അപ്പൊ അതായത് അപ്പം നമുക്ക് വരുന്നത് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 75 ആണ് അല്ലെ. 0.75 എന്ന പോയിന്റ്. അതുപോലെ വൈക്ക് 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 50 ആയിരിക്കും. 50 എന്ന പോയിന്റ്. അപ്പൊ 50ഉം 75ഉം ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ ഒരു യൂണിറ്റ്, ഒരു സെന്റിമീറ്ററിനെ 10 യൂണിറ്റ് ആക്കി എടുത്തു. 10, 20, 30 അങ്ങനെ രണ്ടിടത്തും എഴുതി. എന്നിട്ട് ആ ഇക്വേഷൻ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ഇക്വേഷൻ വരയ്ക്കാം. 75ലും 50ലും ടച്ച് ചെയ്ത രീതിയിൽ, ആക്സിസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു. 3x plus 2y less than or equal to 150 എന്നുള്ളത് വരയ്ക്കണം. അപ്പം എങ്ങോട്ടേക്കാണ് 0 കൊടുക്കുമ്പോൾ 0 less than 150 എന്നൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ x plus 4y less than or equal to 80. x plus 4y is equal to 80. പോയിന്റ്സ് വരുന്നത് 0 കൊടുക്കുമ്പോൾ 0, 20, വൈക്ക് 0 ആണെങ്കിൽ 80. ഈ രണ്ട് ഇക്വേഷൻ, ഈ 2 പോയിന്റ്സ് ആണ്. ഈ 2 പോയിന്റ്സിൽ കൂടി പാസ് ചെയ്തുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി അതിന്റെ ഷെയ്ഡിങ് വരുന്നത് 0 less than or equal to 150 ആണ്. അപ്പം 0യുടെ അടുത്തേക്ക്. ഓക്കെ, അപ്പൊ ഇപ്പൊ കോമൺ റീജിയൻ ഒരു ധാരണയായി നമുക്ക്. പക്ഷെ ഒരു മൂന്നാമത്തെ ഇനീക്വാളിറ്റി കൂടിയുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 15 ആണ് ആ ഇക്വേഷൻ എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കുമ്പോൾ എക്സിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ ഒരു റീജിയൻ കിട്ടും. അപ്പോൾ കോമൺ റീജിയനെ പറ്റി നമുക്കൊരു ഐഡിയ ആയി. ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ നിൽക്കണമെങ്കിൽ ഇതാണൊരു ബോർഡർ, ഇതായിട്ട് ബോർഡർ ആയിട്ട് വരും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊന്ന് ഡാർക്കൺ ചെയ്ത് വരയ്ക്കണം. ഡാർക്കൺ ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ട് മറ്റ് ഇനീക്വാളിറ്റീസിന്റെ ഷെയ്ഡ് ചെയ്ത പോർഷനൊക്കെ അങ്ങ് മായ്ച്ചു കളയാം. ഓക്കെ, ദിസ് ഈസ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് these 5 set of linear inequalities. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ 3x plus 2y less than or equal to 150 ആണ് നമ്മൾ ഈ വരച്ചത്. അത് വരച്ചില്ലെങ്കിലും വരച്ചാലും ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാംഗിൾ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോമിൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റർ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +2-ന് ഇതേപോലെ ഇത്രയും നമ്മൾ ചെയ്യുകയും വേണം. അത് കഴിഞ്ഞിട്ട് ഈ കോർണറിൽ കിടക്കുന്ന പോയിന്റ്സിലെ ആ പോയിന്റ്സ് കണ്ടുപിടിക്കുകയും വേണം അടുത്ത വർഷം. അപ്പോൾ ഇത്രയും ചെയ്യാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ കോർണറിൽ കിടക്കുന്ന പോയിന്റ്സ് കണ്ടുപിടിച്ച് വാല്യൂസ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലതുപോലെ പഠിക്കുക. ഇതിന്റെ ആ ഷെയ്ഡിങ് ചെയ്യുന്ന രീതി ഒന്നും തെറ്റിപ്പോകാതെ പഠിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്.